ഇനി താഴത്തെ കാവിലെ ഉത്സവമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ പോയേക്കാന്ന്. അപ്പോൾ വിചാരിച്ചു എന്ത് ഇട്ടുകൊണ്ട് പോകുമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ. ഞാൻ പൊതുവേ അങ്ങനെ സാരി ഉടുക്കുന്ന ആളൊന്നുമില്ല. അപ്പോൾ എന്തായാലും സാരി ഉടുത്തുകൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് വിചാരിച്ച കുറേ നാളായി പെട്ടിയിലൊരു സാരി അലമാരിൽ വാങ്ങി വെച്ചിരിക്കുന്നത്. 500 രൂപയുടെ സാരി കേട്ടോ, കണ്ടാൽ പറയുമോ. പക്ഷേ എനിക്കിത് ഓഫറിൽ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു മാച്ച്ഡ് ബ്ലൗസും ഞാനിങ്ങനെ ഓഫറിൽ വാങ്ങിയതാണ്. അതും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇത് ഉടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മാച്ച്ഡായിട്ടുള്ള വളയും പിന്നെ ഒരു ഇയറിങ്സും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗെറ്റ് റെഡി വെക്കാം കേട്ടോ. എന്തായാലും ഞാൻ എന്താ പറയണേ, ഇതൊക്കെ ഇട്ട് ഒന്നൊരുങ്ങി സുന്ദരിയായിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാവേ. അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്ന് അത്യാവശ്യം ഇയറിങ്സൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു നല്ല ഭംഗിയൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഫൈനൽ സാരി ഉടുത്തിട്ട് വരാം. അപ്പോൾ ഈ സാരി ഉടുക്കൽ ഭയങ്കര ടാസ്ക് കേട്ടോ. എനിക്ക് പണ്ടും ടാസ്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി കൂടുതൽ ഉടുക്കില്ലാത്തത്. ഒരു 4 വർഷം ടീച്ചറായിരുന്ന സമയത്ത് ഈ സാരി എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊടുക്കുക. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സാരി? കൊള്ളാമോ? പുത്തൻ സാരി ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി ഭംഗിയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അല്ലെങ്കിൽ ഈ പെൺപിള്ളേർ സാരി കൊടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കണ്ണാടിയുടെ മുന്നിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് നോക്കൂട്ടാ, അത് വേറെ കാര്യം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ വീടിൻ്റെ പുറത്തിറങ്ങി 2 വട്ടം കൂടെ ചുറ്റിയേക്കാന്ന് ആ ഭംഗി ഒന്ന് ആസ്വദിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ഭംഗിയുണ്ടെന്ന്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ അതിരാവിലെ ഒന്നും അല്ല കേട്ടോ വന്നേ, കുറച്ച് താമസിച്ചാണ് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേനും നമുക്ക് പൊങ്കാല ഇടുന്ന സമയമായിരുന്നു കേട്ടോ കാവിൽ. അപ്പോൾ പൊങ്കാല അടുപ്പിൽ ഇങ്ങനെ തീയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിനുള്ളിൽ ചെന്ന് കേട്ടോ. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു, പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും കാവിൽ പറ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരു വർഷവും മുടക്കാറില്ല. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ അത് മുടക്കാതെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ടെമ്പിളിൽ പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം പൊങ്കാലയായിരുന്നു കേട്ടോ അവിടെ മെയിനായിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 3ാമത്തെ ഉത്സവമാണ് കേട്ടോ. 3ാമത്തെ ഉത്സവത്തിനായിരുന്നു കേട്ടോ പൊങ്കാല ഉള്ളത്. 4 ഉത്സവം കൊണ്ട് ഇവിടുത്തെ ഉത്സവം തീരും കേട്ടോ. 4 ദിവസത്തെ ഉത്സവമാണ് ശരിക്കും ഞങ്ങളുടെ ഈ കാവ്. ചെറിയ കാവാണ് കാവിലുള്ളത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ അത്. എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോനുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയെടുക്കാൻ വേണ്ടി ചീട്ട് എഴുതാനൊക്കെ പോയി. ചീട്ടൊക്കെ എഴുതിച്ചു. അപ്പോൾ അതിനത്തേനും എനിക്ക് ഒത്തിരി നേരം നിൽക്കണമെന്നും കൂടണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുള്ള ടൈമില്ല. കാരണം വന്നിട്ട് വേണം എനിക്ക് ഷോപ്പ് തുറക്കാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചീട്ടാക്കിയിട്ട് പറയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് ഷീട്ടാക്കി കിട്ടി കേട്ടോ. പിന്നെ പറയൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പറയെടുത്തു. ഭഗവതിയോട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ വർഷവും 3 ആഗ്രഹങ്ങൾ ഭഗവതിയുടെ അടുത്ത് പറയാറുണ്ട് ഉത്സവത്തിന് പറയെടുക്കുന്ന സമയത്ത്. അതിൽ മിക്കവാറും എനിക്ക് ആ 3 ആഗ്രഹങ്ങളും ഭഗവതി എനിക്ക് സാധിച്ചു തരാറുണ്ട്. മനസ്സൊരുക്കി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാവശ്യവും ഞാൻ ഭഗവതിയോട് എൻ്റെ ഒരു 3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധിച്ചു തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിളക്കിലെ എണ്ണ, കർപ്പൂരം എന്നിവ ആവശ്യം ഉണ്ടെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കേണ്ടതാണ്. വിളക്കിലെ എണ്ണ കുറവുണ്ടെങ്കിൽ
അങ്ങനെ ദേവിയോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു പറയൊക്കെ എടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് ഈ വർഷം തൊഴാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സും കൊണ്ട് ഓർത്തായിരുന്നു. എന്തായാലും എനിക്ക് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഓരോ വർഷവും ജീവിച്ചിരിക്കാൻ പറ്റുന്നതും ദേവീനെ വന്ന് തൊഴാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കരുതുന്നതും കാണുന്നതും. അടുത്ത വർഷം ദേവീനെ വന്ന് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാനും വിട പറയുകയാണ്. സൈനിങ് ഓഫ് ദേവു.